നമസ്കാരം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ നോ ദ പ്ലാൻ വേൾഡ് ക്ലോസ്ലി സസ്യലോകത്തെ അടുത്തറിയാം. ഈ അധ്യായത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. In the last class we have studied about all these things, that is different parts of plants that used as food, uses of plants, then what is autotrophs, about photosynthesis, പ്രകാശ സംശ്ലേഷണം, ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സ്വപോഷികൾ, then stomata ആസ്യരന്ധ്രം, അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇലകളുടെ ക്രമീകരണം ഫില്ലോടാക്സി, പിഗ്മെന്റ്സ് വർണ്ണകങ്ങൾ ക്ലോറോഫിൽ ആൻഡ് അതർ പിഗ്മെന്റ്സ് അതായത് സാന്തോഫിൽ, കെരോട്ടീൻ അതൊക്കെ, then photosynthesis and respiration ശ്വസനവും പ്രകാശ സംശ്ലേഷണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇതൊരു ഡയറി കുറിപ്പാണ് ഓർക്കിഡേറിയം വിസിറ്റ് ചെയ്തതിന്റെ. അപ്പൊ പുതിയ ടേംസ് നിങ്ങൾ കണ്ട അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ഓർക്കിഡേറിയം ഇസ് എ ഗാർഡൻ വെർ ഓർക്കിഡ് വെറൈറ്റീസ് ആർ ഗ്രോൺ. അപ്പൊ ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ഉദ്യാനത്തിന് പറയുന്ന പേരാണ് ഓർക്കിഡേറിയം. ദെൻ they are grown on hanging wooden planks tied with materials like a coconut fiber. Some others grow on branches of trees and they don't require soil to grow. അതായത് ഈ ഹാങ്ങിങ് വുഡൻ പ്ലാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിട്ടിട്ടുള്ള മരത്തിന്റെ പലക. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പലക എന്നാണ് അർത്ഥം. സോ തൂക്കിയിട്ടിട്ടുള്ള മരത്തിന്റെ പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചിട്ടാണ് ഇവ വളർത്തുന്നത്. ഇവർക്ക് മെയിൻ ആയിട്ട് ഓർക്കിഡ് വെറൈറ്റീസിന് വളരാൻ മണ്ണ് വേണ്ട എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ എന്താണ് ഇവിടെ നേർച്ചേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പദം വരുന്നുണ്ട്. നേർച്ചേർഡ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. അപ്പൊ ഇക്കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ വിഭാഗമാണ് എപ്പിഫൈറ്റുകൾ. ഈ തന്നിരിക്കുന്ന നോക്കൂ, ഇതൊരു ഓർക്കിഡിന്റെ ചിത്രമാണ്, അതായത് മരവാഴ അല്ലെങ്കിൽ വാൻഡ. ദെൻ ഇതിനെന്താണ് ഇതിന്റെ വേരുകൾക്ക് പ്രത്യേകത? ഇതിന് തടിച്ച വേരുകളാണുള്ളത്. ഈ വേരുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മണ്ണില്ലെങ്കിലും വളരാൻ കഴിയും. അപ്പൊ ഇവ എങ്ങനെയാണ്? വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇങ്ങനത്തെ സസ്യങ്ങളെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? എപ്പിഫൈറ്റുകൾ. അപ്പൊ ഓർക്കിഡുകൾ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ ഏത് വിഭാഗത്തിലാ? എപ്പിഫൈറ്റുകൾ. അപ്പൊ ഈ എപ്പിഫൈറ്റുകളുടെ പ്രത്യേകതകൾ പഠിച്ചു വെക്കുക. ദെൻ എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? ഇല്ല. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ എന്താണ് എപ്പിഫൈറ്റ്സ്? വാൻഡ അല്ലെങ്കിൽ മരവാഴ. എന്താണ് എപ്പിഫൈറ്റ്സ്? ദാറ്റ് പ്ലാന്റ്സ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. പഠിച്ചു വെക്കുക, ഓൺലി ഫോർ ഷെൽട്ടർ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എപ്പിഫൈറ്റ്സിന്? വാൻഡ, അതാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇതൊരു ഓർക്കിഡ് ആണ്. ദെൻ സീതത്താലി, ബൾബോഫില്ലം, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഇവയ്ക്ക് എന്താണ് ഇവരുടെ പ്രത്യേകതകൾ? ഇവർക്ക് they have thick roots that help them to absorb moisture from the atmosphere. So these plants can grow even without soil. They do not absorb food or nutrients from the host plant. ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്യത്തിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യം. കാരണം ഇവരല്ലേ ഇവർക്ക് വാസസ്ഥലം കൊടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യം എന്ന് പറയുന്നത്. കാരണം ഇവരിലാണ് ഇവര് പറ്റിപ്പിടിച്ച് വളരുന്നത്. അപ്പൊ ഈ വാസസ്ഥലം കൊടുക്കുന്ന ആരാ? ഈ സസ്യമാണ്. അതിനെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയും. They do not absorb food or nutrients from the host plant. ഈ സസ്യത്തിൽ നിന്ന്, പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യത്തിൽ നിന്ന് ഒന്നും തന്നെ, അതായത് ഒരു ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് they do not harm the host plant adversely. Then most of the orchids belong to the category of epiphytes. ഇത് മുഴുവൻ പഠിച്ചു വെക്കാനുള്ളതാണ് കേട്ടോ. Then എപ്പിഫൈറ്റുകൾ എന്തൊക്കെയാണ് നമുക്കിപ്പോ മനസ്സിലായത്. അതായത് വാസസ്ഥലത്തിന് മാത്രമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന തടിച്ച വേരുകൾ ഇവയ്ക്കുണ്ട്. അതുകൊണ്ട് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരമോ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ യാതൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നില്ല. ഉദാഹരണമാണ് മരവാഴ, സീതത്താലി, ബൾബോഫില്ലം, മറ്റ് ഓർക്കിഡുകൾ. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ഇസ് പാരസിറ്റിക് പ്ലാന്റ്സ് അഥവാ പരാത സസ്യങ്ങൾ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി. മാവിലൊക്കെ വളരുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് ഇലകളും ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട്സ് വേരുകളും ഉണ്ട്. ആൻഡ് they prepare food by themselves, but by absorbing
വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ഇവ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ എന്തെന്ന് പറയാം? സെമി പാരസിറ്റിക് പ്ലാന്റ് അഥവാ അർദ്ധപരാഗ സസ്യം എന്ന് പറയാം. അപ്പൊ അർദ്ധപരാഗ സസ്യം അഥവാ സെമി പാരസിറ്റിക് പ്ലാന്റിന് ഒരു ഉദാഹരണമാണ് ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി. ഇനി എന്താണ് ഹോസ്റ്റ് എന്നുള്ളത് അറിയണ്ടാവുമല്ലോ. ആതിഥേയ സസ്യം. ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥിയെ സ്വീകരിക്കുന്നത് ആരോ അവരാണ് ഹോസ്റ്റ് അല്ലെ. ഇവിടെ ആരാണ് ആതിഥേയൻ? ആരാണ്? ഇവിടെ മാവാണ് ഹോസ്റ്റ്. അപ്പൊ ഗസ്റ്റ് ഹോസ്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. This is Cuscuta. It's a light yellowish green climber which spreads over a plant. What is its peculiarity? These plants absorb food from the plants on which they live and they do not prepare food for themselves. So they are called as total parasites. So Cuscuta is an example of total parasite. Then this is Rafflesia, the largest flower in the world. Which is the largest flower in the world? Rafflesia. It also comes under which category? Total parasite, because it also absorbs the food prepared by the host plant. ഇതാണ് മൂടില്ലാത്താളി അഥവാ കസ്ക്യൂട്ട. എന്താണിത്? ഇത് വേലിപ്പടർപ്പിലൊക്കെ മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള ഒരു വള്ളി ഇങ്ങനെ പടർന്നു കിടക്കുന്ന കാണാം. അതാണ് ഈ മൂടില്ലാത്താളി എന്ന് പറയുന്നത്. അതിനെന്താ പ്രത്യേകത? ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. അതായത് ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. പകരം എന്താ ചെയ്യുക? ഇവര് വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഇവയെ എന്തെന്ന് വിളിക്കാം? പൂർണ്ണപരാഗ സസ്യങ്ങൾ എന്ന് വിളിക്കാം. കാരണം അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം തന്നെയാണ് വലിച്ചെടുക്കുന്നത്, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ റഫ്ലീഷ്യയാണ്. ഈ റഫ്ലീഷ്യയും ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പൂർണ്ണപരാഗ സസ്യമാണ്. കാരണം അവര് ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം തന്നെയാണ് വലിച്ചെടുക്കുന്നത്. What are parasitic plants? The plants that depend on other plants for both food and shelter. അതായത് ആഹാരത്തിനും വാസസ്ഥലത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പരാഗ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. രണ്ട് തരത്തിലുണ്ട്, സെമി പാരസൈറ്റ്സ് ആൻഡ് ടോട്ടൽ പാരസൈറ്റ്സ്. അതായത് അർദ്ധപരാഗവും പൂർണ്ണപരാഗവും. എന്താ ഈ അർദ്ധപരാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതായത് absorbs water and minerals from the host plant and prepare food by themselves. So they are called as semi-parasite or semi-parasitic plants. Example ആണ് ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി. ഇനി എന്താണ് ടോട്ടൽ പാരസൈറ്റ്? They absorbs prepared food from the host plant. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അവയെ പൂർണ്ണപരാഗം അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. Example is Cuscuta, that is മൂടില്ലാത്താളി, and Rafflesia. Rafflesia എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. The largest flower in the world. ഈ ബോക്സിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അതായത് സെമി പാരസൈറ്റ് എന്താണ്? Absorb water and minerals from the host plant. Prepare their own food with the help of their leaves. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. Example Loranthus. And what is total parasite? Absorb food directly from the host plant. Example Cuscuta. And both semi-parasite and total parasite harm the host plant. കാരണം പറഞ്ഞു അല്ലേ, അവര് ഹോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഇവരെടുക്കും. അപ്പൊ പിന്നെ ഗ്രാജുവലി ഹോസ്റ്റ് നശിക്കും. അപ്പൊ അതുകൊണ്ട് ആതിഥേയ സസ്യത്തിന് നാശം ഉണ്ടാക്കും അല്ലെങ്കിൽ ദോഷം വരുത്തുന്നവയാണ്. ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ഇത് നേരത്തെ ബോക്സിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്, പോയിന്റ്സ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇവ ആതിഥേയ സസ്യത്തിന് ഇത്തിളും മൂടില്ലാത്താളിയും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? ഇത്തിൾ അർദ്ധപരാഗമാണ്, മൂടില്ലാത്താളി പൂർണ്ണപരാഗമാണ്. ഇവ രണ്ടും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യും. സസ്യത്തിന്റെ ഫലം തരാനുള്ള കഴിവ് കുറയുകയും കാലക്രമത്തിൽ മരം ഉണങ്ങിപ്പോവുകയും ചെയ്യും. മൂടില്ലാത്താളിയാണെങ്കിൽ ആഹാര നിർമ്മാണത്തിനായി ഇവയ്ക്ക് ഇലകളില്ല, അതുകൊണ്ട് ആഹാരം തന്നെയാണ് നേരിട്ട് ആതിഥേയ സസ്യത്തിൽ നിന്നും സ്വീകരിക്കുന്നത്. ഇത്തിൾ സ്വന്തം ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു, പക്ഷെ അതിനു വേണ്ടിയുള്ള ജലവും ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. What are saprophytes? ശവോപജീവികൾ എന്നാൽ എന്താണ്? Some plants grow by absorbing nutrients from decomposed matter. അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ചില സസ്യങ്ങളുണ്ട്. അവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാപ്രോഫൈറ്റ്സ് അഥവാ ശവോപജീവികൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണമാണ്
ഈ രണ്ട് സസ്യങ്ങൾ, അതായത് നിയോട്ടിയ എന്ന സസ്യവും മോണോട്രോപ്പ, ഇത് രണ്ടും പേര് പഠിച്ചു വെക്കുക. സാപ്രോഫൈറ്റ്സിന് ഉദാഹരണങ്ങളാണ്. എന്താണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? ഒരു ബ്രെഡ് നനച്ച് വെച്ച് 2 ദിവസത്തിന് ശേഷം നിരീക്ഷിക്കുക യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പൊ എന്താ കാണുന്നത്? ഹാൻഡ് ലെൻസ് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ ദ സ്മോൾ തിങ്സ്, അല്ലെ? ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. അത് ഉപയോഗിച്ച് നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓർഗാനിസംസിനെ കാണാം. അപ്പൊ ഇതെന്താണ്? ഇതാണ് റൊട്ടിയിലെ പൂപ്പൽ അഥവാ ബ്രെഡ് മൗൾഡ്, റൈസോപ്പസ് എന്ന് പറയും. അപ്പൊ ഇത് ഫംഗൈ എന്ന ഗ്രൂപ്പില് വരുന്ന ഓർഗാനിസംസ് ആണ്. അതായത് ഇവ സസ്യങ്ങളല്ല. ഫംഗൈ ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. ഫംഗൈ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് തന്നെയുണ്ട്. നമ്മൾ ജന്തുക്കൾ, അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, സസ്യങ്ങൾ, അതുപോലെ ഫംഗൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോ ഇത് ബ്രെഡില്, അതേപോലെ അച്ചാറിന്റെ മുകളിലൊക്കെ കാണാം അല്ലെ പൂപ്പല്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്? ഫംഗൈ അഥവാ പൂപ്പലാണ്. ആൻഡ് ദീസ് ആർ ഓൾസോ സാപ്രോഫൈറ്റ്സ്. ഇതും എന്തിന് ഉദാഹരണമാണ്? സാപ്രോഫൈറ്റ്സ് അഥവാ ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. കാരണം എന്താണ്? ഇവര് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. സോ ദീസ് ആർ മഷ്റൂംസ് അഥവാ കൂണുകൾ. അതായത് ദേ ആർ പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബ്രല്ലാസ്. കുട പോലെ മുളച്ചു പൊന്തി നിൽക്കുന്ന കൂണുകൾ മഴക്കാലത്തായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവുക. എവിടെയാണ് അവ മെയിൻ ആയിട്ട് വളരുന്നത്? ജീർണാവശിഷ്ടങ്ങളിലായിരിക്കും. അതായത് ഇപ്പൊ മരമൊക്കെ ഡീക്കേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡീക്കേയിങ് മാറ്ററിലായിരിക്കും മെയിൻ ആയിട്ട് കാണുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ദേ ആർ സാപ്രോഫൈറ്റ്സ്. അവയും ശവോപജീവികളാണ്. ആൻഡ് ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ. അതായത് ഇവയും പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മഷ്റൂംസിനെ കുറിച്ചുള്ള ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ദേ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ. പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇറ്റ്സ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് സാപ്രോഫൈറ്റിക്. അതായത് ഇവ ശവോപജീവികളാണ്. ആൻഡ് therefore grows on decaying organic matter like decaying barks of trees, hay, etc. hay എന്ന് പറഞ്ഞാൽ വൈക്കോല്. decaying barks of tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീർണിക്കുന്ന ഈ മരത്തൊലി, അതിലൊക്കെയാണ് ഇവ കാണുന്നത്. മരക്കൂണുകളൊക്കെ കാണാം. ആൻഡ് സം ആർ എഡിബിൾ. അതായത് ചിലതൊക്കെ ആണെങ്കിൽ ഇതിൽ ആഹാരയോഗ്യമായിട്ടുള്ളവയുണ്ട്. ആൻഡ് യൂസ്ഡ് ആസ് ഫുഡ് വൈൽ അതേഴ്സ് ആർ പോയ്സണസ് ഇൻ നേച്ചർ. ചിലതാണെങ്കിൽ ചില കൂണുകൾ കഴിക്കാൻ പറ്റില്ല, വിഷമായിരിക്കും അത്. ആൻഡ് മഷ്റൂംസ് ആർ സീൻ ഇൻ ഡിഫറെന്റ് സൈസസ് ആൻഡ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്. പല സൈസിലുള്ളതുണ്ട്, പല കളറിൽ, ചുവപ്പ് നിറത്തിലും അങ്ങനെ പല കളറിലുള്ള മഷ്റൂംസും ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ദേ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ആൻഡ് ഇറ്റ്സ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് സാപ്രോഫൈറ്റിക്. പഠിച്ചു വെക്കുക. അപ്പൊ സാപ്രോഫൈറ്റ്സ് എന്താന്ന് നമ്മൾ പഠിച്ചു. അതായത് ശവോപജീവികൾ. അവർക്ക് ഹരിതകം ഇല്ല, അതായത് ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. സാപ്രോഫൈറ്റിക് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് നിയോട്ടിയ ആൻഡ് മോണോട്രോപ്പ. അതുപോലെ തന്നെ ഫംഗൈ സാപ്രോഫൈറ്റിക് നേച്ചർ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ബ്രെഡ് മോൾഡ്. അതുപോലെ മഷ്റൂമും സാപ്രോഫൈറ്റിക് ഫംഗൈ ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചതിന്റെ ആകെത്തുകയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പിഫൈറ്റ്സ് എന്താണ്? ഫോർ ഷെൽട്ടർ ഓൺലി ആൻഡ് ഡു നോട്ട് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. എക്സാമ്പിൾസ് വാൻഡ. അതായത് എപ്പിഫൈറ്റുകൾ ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നില്ല, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഉദാഹരണം മരവാഴ. പാരസിറ്റിക് പ്ലാന്റ്സ് പരാത സസ്യങ്ങൾ. ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ, അതായത് ആഹാരത്തിനും വാസസ്ഥലത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ദേ ഡു ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്, അവര് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നു. സെമി പാരസൈറ്റ് അർദ്ധപരാത സസ്യങ്ങൾ. പ്രിപ്പയർസ് ഫുഡ് ഇൻ ഇറ്റ്സ് ലീവ്സ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് thereby harm the host plant. അതായത് ജലവും ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്ത് സ്വന്തം ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നു. എക്സാമ്പിൾ ലൊറാന്തസ് ഇത്തിൽക്കണ്ണി. ടോട്ടൽ പാരസൈറ്റ് അബ്സോർബ്സ് prepared food itself from the host plant and thereby harm the host plant. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം തന്നെയാണ് സ്വീകരിക്കുന്നത്, അതിനാൽ ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നു. എക്സാമ്പിൾസ് കസ്ക്യൂട്ട, അതായത് മൂടില്ലാത്താളി. റഫ്ലീഷ്യ ഫ്ലവർ ആണത്, പക്ഷെ ഇറ്റ്സ് എ ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണപരാതമാണ്. സാപ്രോഫൈറ്റ്സ് ശവോപജീവികൾ. lives by absorbing nutrients from decaying matter. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. എക്സാമ്പിൾസ് നിയോട്ടിയ മോണോട്രോപ്പ പ്ലാന്റ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ബ്രെഡ് മൗൾഡ് ആണ് റൈസോപ്പസ്, അത് ഫംഗൈ ആണ്. മഷ്റൂം ഇസ് ഓൾസോ ഫംഗൈ. ഇത് രണ്ടും പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടവയാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.